അപ്പോൾ രാവിലെ ഇത് അടുക്കളയിൽ വന്ന പാടെ തന്നെ ഇതാ മാവൊക്കെ പൊന്തിയിട്ടുണ്ടോ നോക്കിയാണേ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അരച്ച് വയ്ക്കുന്ന മാവൊന്നും പൊങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കടയിൽ നിന്നാണേ മാവ് വാങ്ങിക്കാറ്. അപ്പോൾ ഇന്നലെ ഇത് അപ്പത്തിന് അരച്ച് വെച്ച മാവാണ് കേട്ടോ. അതും പൊന്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇതാ പതഞ്ഞിരിപ്പുണ്ടേ. അങ്ങനെ ഞാനിതാ മാവിലോട്ട് കുറച്ച് സോഡാപ്പൊടി ഇട്ട് അതങ്ങോട്ട് കലക്കി വെച്ചായിരുന്നേ. എന്നിട്ട് ഇതാ പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഒരാൾ ഉറക്കെണീറ്റ് അന്നം വിട്ടതുപോലെ പോയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൂച്ച കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് അവൻ രാവിലെ പോണത്. അപ്പോൾ ഇതുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് വന്ന പൂച്ച കുട്ടികളാണ്. അപ്പോൾ ഏത് നേരം നോക്കിയാലും അവൻ ഇതിൻ്റെ അടുത്തായിരിക്കും കേട്ടോ. വീട്ടിനകത്ത് കയറാറേ ഇല്ല. പുറത്ത് ഇതുപോലെ പൂച്ച കുട്ടികൾക്ക് ആഹാരവും വെച്ച് കൊടുത്ത് അതുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും. ഞാനും ഇതാ പൂച്ചക്കുട്ടികളോട് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ അടുക്കളയിലോട്ട് വന്നേ. അപ്പം മാവ് ഏത് പരിവാരം നോക്കണമല്ലോ. വന്ന് നോക്കിയപ്പോഴത്തേക്കും മാവൊക്കെ പൊന്തി ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഇളക്കിയപ്പോഴത്തേക്കും പതുപോലെ അത് താഴ്ന്നു പോയി കേട്ടോ. അപ്പം നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെയും ഞാൻ കരുതി ഇത് പതിവുള്ളതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് ഞാനിത് അപ്പം ചുടാൻ വേണ്ടി നിന്ന് കേട്ടോ. അപ്പമൊക്കെ ചുട്ടെടുത്തപ്പോഴാണ് കേട്ടോ എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. അപ്പം നല്ലതുപോലെ വന്നു. നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു, നല്ല നൈസ് അപ്പമായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമായേ. അപ്പോൾ കുറേ ദിവസം കൊണ്ട് ചുടുന്ന ദോശയും ഇഡ്ഡലിയും ഒന്നും നേരെ ആകാറില്ല. അപ്പോൾ അപ്പം ഇത് നല്ലതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ മക്കൾക്കൊക്കെ ചൂടോടെ തന്നെ അപ്പം ചുട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ ഉച്ചയ്ക്കിന്ന് വെജിറ്റബിളൊന്നും വയ്ക്കുന്നില്ല. വെജിറ്റബിൾ വെച്ചാൽ മക്കൾ കഴിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പപ്പടത്തോരനാക്കാമെന്ന് കരുതി. അപ്പോൾ പപ്പടത്തോരൻ ഇവിടെ കുഴപ്പമില്ല, വലിയ ഇഷ്ടമല്ല, എന്നാൽ ഇഷ്ടമാണ്, കഴിച്ചോളും. അങ്ങനെ വേഗം തന്നെ ഇതാ പപ്പടത്തോരനും റെഡിയാക്കിയിട്ട് പിന്നെ ഒഴിച്ച് കറിക്ക് മോര് കറി വെക്കാമെന്ന് കരുതി. അപ്പോൾ തേങ്ങ അരയ്ക്കാത്ത മോര് കറി, ഒരു കള്ള മോര് കറി കേട്ടോ. ഇത് തേങ്ങ അരച്ചില്ലെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ മോര് കറിക്ക്. സമയവും ലാഭിക്കാം, എന്നാൽ ടേസ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ വേഗം തന്നെ ആ മോര് കറി റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് ഇന്ന് മീനൊന്നും ഇല്ലായിരുന്നേ. അപ്പോൾ ഏട്ടൻ ഇന്നലെ രാത്രി വാങ്ങിയിട്ട് വന്ന ചിക്കൻ്റെ പാർട്സ് ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അത് ഇന്നലെ തന്നെ അതൊന്ന് കഴുകി അരപ്പൊക്കെ ഒന്ന് പുരട്ടി വെച്ചായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ ഇന്നലെ രാത്രി കുറച്ചെടുത്തിട്ട് ബാക്കി ഇതാ ഇന്ന് എടുക്കാമെന്ന് കരുതി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നേ. അപ്പോൾ ഇന്നിതാ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം തന്നെ അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഈ ചിക്കൻ്റെ പാർട്സൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.